ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ വലിയ ഷോ ഒക്കെ കാണിച്ചിരിക്കണമെന്നല്ലേ, ഞാനൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളതാണ് ഈ കാണാൻ പോകുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നല്ല സെക്യൂർഡായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു കത്രയും കൊണ്ട് കട്ട് ചെയ്യാം. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും ഓൺലൈനിൽ നിന്ന് ഓരോന്നും വാങ്ങിക്കണമെന്നല്ല, പക്ഷേ ഇതിന് അത്രയും അധികം റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് മാത്രം വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടി കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 2-3-ാമത്തെ ദിവസം കൂടെ ആയിട്ടാണ് തോന്നുന്നു നമുക്കത് കിട്ടിയത്. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടൈറ്റ് നല്ല സെക്യൂർഡായിട്ടാണ് അവരത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ അത് കിട്ടി. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് എങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. പിന്നെ ബില്ലുണ്ടായിരുന്നു, ബില്ലിൽ ഒന്നുമേ അറിയുന്നുണ്ടായിരുന്നില്ല, എല്ലാം മാഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കാര്യമില്ല, നമുക്ക് സംഭവം നല്ലതാണോ അതാണല്ലോ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ വേറൊന്നല്ല, നമ്മുടെ റോസ്മേരി വാട്ടറായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയധികം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് കരുതി. കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ വേറെ ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് നേരെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടി നമ്മൾ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിത് ഉപയോഗിച്ചിട്ട് എന്തായാലും ഞാനതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ തരും കേട്ടോ. ഞാൻ തിരിച്ചും മറിച്ചൊക്കെ പിടിച്ചിട്ട് എങ്ങനെ ഇതിൽ നിന്ന് സ്പ്രേ വരാമെന്നുള്ള നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ സൈഡിൽ ചെറിയൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതിന് വോയിസ് തരുന്നുണ്ട്, പക്ഷേ നമ്മുടെ കുട്ടീസിൻ്റെ ഒക്കെ ഭയങ്കര സൗണ്ട് കാരണം ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സൈഡിൽ 2 ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്താൽ അതിൽ തന്നെ ഉണ്ട് ഓണും ഓഫ് എന്നുള്ളത്. അത് അറിയാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് മറിച്ചൊക്കെ നോക്കിയിരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്പ്രേ വരികയെന്ന്. അപ്പോൾ അത് സ്പ്രേ ഒക്കെ വരുന്നുണ്ട്. ഒരു ചെറിയ തണുപ്പ് കേട്ടോ അത് അടിക്കുമ്പോൾ. പിന്നെ കാര്യമായ മണം എനിക്ക് കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട രീതിയും യൂസ് ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ എടുത്ത് നോക്കി. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലാണ് മുടിയൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല, ആഴ്ചയിൽ 2-3 തവണ. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പതിയെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനും പതിയെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും പറയാം കേട്ടോ. ഇത് കൂടുതലായിട്ട് ഈ മുടി കൊഴിച്ചിൽ അതുപോലത്തെ താരൻ അതൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ റിവ്യൂ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. എൻ്റെ തലയിൽ അധികം താരനില്ല, പക്ഷേ എനിക്ക് നല്ലോണം മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് കാണാം. ഓക്കേ.